ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സുധാകർ മംഗളോദയത്തിൻ്റെ ചിറ്റ പാർട്ട് 8. സോറി ദേവേട്ടാ, എനിക്കെല്ലാം മനസ്സിലായി. ദേവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദേവേട്ടൻ്റെ പക്ഷത്ത് കരുണയും നന്മയും സത്യസന്ധതയും മാത്രമേ ഉള്ളൂ. ദേവൻ നടത്തം നിർത്തി വിഷമത്തിൽ നന്ദനെ നോക്കി. ഇല്ല നന്ദ, അയാളുടെ തൊണ്ടയിടറി. എൻ്റെ പക്ഷത്തെ നന്മ പൂർണ്ണമായി ഇപ്പോൾ നഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞതായി നന്ദ പറഞ്ഞില്ലേ, അമ്മയുടെ നിർബന്ധത്തിലും പിടിവാശിയിലും നടന്ന കല്യാണമാണിതെന്ന്. എനിക്ക് മനസ്സ് കുറവായിരുന്നെന്നു. നന്ദനയുടെ മുഖം ആകാംക്ഷയിൽ വിങ്ങി. സത്യമാണത്, അവളെ നോക്കി ദേവൻ അറിയിച്ചു. ഒരു രണ്ടാം വിവാഹത്തിന് അല്പം പോലും ഞാൻ സന്നദ്ധനായിരുന്നില്ല. കരുണയുടെ പേരിലാണ് ഞാൻ ശ്യാമയെ കല്യാണം ചെയ്തതെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചതോടെ അവൾ എൻ്റെ ജീവൻ്റെ ഭാഗമായി, എൻ്റെ എല്ലാമായി. നന്ദനയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു, ചുണ്ടു വിതമ്പി. നന്ദ വിഷമിക്കാനല്ല ഞാൻ പറയണത്, ദേവൻ തുടർന്നു. എന്നെ സംബന്ധിച്ച് സത്യം പറയുകയാണ്. ആരെയും വഞ്ചിക്കാൻ എനിക്ക് വയ്യ. ദേവേട്ടൻ പറഞ്ഞോളൂ, ഇടർന്ന സ്വരത്തിലാണ് നന്ദന പറഞ്ഞത്. എനിക്കിത് താങ്ങാനാവും. ശ്യാമയെ ഇത്രയധികം സ്നേഹിച്ചിട്ടും അവൾ കിടപ്പിലായപ്പോൾ ഞാൻ രണ്ടാം വിവാഹം ചെയ്തു, ദേവൻ പറഞ്ഞു. അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. അമ്മയുടെ നിർബന്ധവും പിടിവാശിയുമാണോ അതിന് പിന്നിൽ? എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത് ഒരേ ഒരു കാരണമാണ്. നന്ദന ശ്വാസം വിടാതെ കേട്ടു നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ ആ കാരണം, ദേവൻ ചോദിച്ചു. പറയൂ, നന്ദനെ അറിയിച്ചു. എൻ്റെ രണ്ടാം വിവാഹത്തിനായി അമ്മ തിരഞ്ഞെടുത്ത പെൺകുട്ടി നന്ദനെ ആയതുകൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രം, നന്ദനെ നിഷേധിക്കാൻ എനിക്ക് ആവാത്തത് കൊണ്ട് മാത്രം. എനിക്കായി ഒരു ജന്മം മുഴുവൻ അവിവാഹിതയായി കഴിയാൻ തയ്യാറായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു താലി അണിയിക്കാനുള്ള ബാധ്യത എൻ്റെ മനസ്സിനെ അലട്ടി. ഇതും അലിവായിരുന്നു. പക്ഷേ ശ്യാമയുടെ മുമ്പിൽ ഞാൻ ക്രൂരനായി. അവൾ ഒരിക്കലും അങ്ങനെ കരുതിയില്ലായിരിക്കാം. അതവളുടെ മഹാമനസ്കത. എങ്കിലും ഞാൻ അവളോട് ക്രൂരത കാണിച്ചു എന്നത് സത്യമാണ്. ഭാര്യ രോഗശയ്യയിലായിരിക്കുമ്പോൾ ആ ന്യായം പറഞ്ഞ് രണ്ടാം വിവാഹിതനാകുന്ന ഭർത്താവ് ക്രൂരൻ തന്നെയാണ്. അനങ്ങാനാവാതെ ഒരു പെണ്ണ് കിടക്കയിൽ കഴിയുന്നു. ആ നേരത്ത് ഭർത്താവ് മറ്റൊരാളുടേതാവുന്നു. ആ ഭാര്യയുടെ വേദന എനിക്കും മനസ്സിലാവുന്നുണ്ട്. എനിക്കും, നന്ദന ഏറ്റു പറഞ്ഞു. ശ്യാമയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ കിടത്തി നോക്കി, ദേവൻ പറഞ്ഞു. ഞാൻ അനങ്ങാനാവാതെ കിടക്കയിൽ കഴിയുമ്പോൾ ശ്യാമ മറ്റൊരു പുരുഷനെ ഭർത്താവാക്കുന്നു എന്ന് കരുതുക. അത് സങ്കല്പിക്കുമ്പോൾ പോലും എൻ്റെ നെഞ്ചു പൊട്ടുന്നു. ശരിയാണ് ദേവേട്ട, നന്ദന സമ്മതിച്ചു. എന്നിട്ട് ഞാനത് ചെയ്തില്ലേ, ദേവൻ ചോദിച്ചു. ദേവേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, നന്ദന പറഞ്ഞു. ഞാനടക്കമുള്ളവർ. എനിക്കെങ്കിലും എതിർക്കാമായിരുന്നു. ഞാനത് ചെയ്തില്ല. കുട്ടിക്കാലം മുതലേ മനസ്സിൽ പ്രതിഷ്ഠിച്ച പുരുഷനെ പുനർജന്മത്തിലാണ് സ്വന്തമായി കിട്ടുന്നതെങ്കിൽ പോലും സ്വീകരിക്കാൻ തയ്യാറായ ഒരു നാടൻ പെൺകുട്ടിയാണ് ഞാൻ. എനിക്കെൻ്റെ സ്വാർത്ഥതയെ അമർത്താനായില്ല. എങ്കിലും വന്നു കയറിയതല്ലേ ഉള്ളൂ. ഞാൻ കഴുത്തിലൊരു താലി അണിയിച്ചതല്ലേ ഉള്ളൂ. ദേവേട്ടൻ്റെ ബാധ്യത കഴിഞ്ഞുവല്ലോ. വേണേച്ചാ നേരം പുലരും മുമ്പേ ഞാൻ തിരികെ പൊയ്ക്കോളാം. ദേവൻ ഞെട്ടലോടെ നന്ദനെ നോക്കി. സത്യ ഞാൻ പറയണത്, നന്ദന തുടർന്നു. സ്നേഹത്തിന് വെമ്പൊന്നൊരു മനസ്സുണ്ടെങ്കിലും ഒപ്പം എനിക്ക് എൻ്റേതായ ആദർശങ്ങളുണ്ട്. മറ്റൊരു മനസ്സിനെ നോവിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട. നോവിച്ചു കഴിഞ്ഞല്ലോ നന്ദ, ഇനി എന്തിനാ? ദേവൻ ആരാഞ്ഞു. ഞാൻ നോവിച്ചത് ശ്യാമയെ മാത്രം. നാളെ പുലരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നറിയുമ്പോൾ ശ്യാമയുടെ സർവ്വ നൊമ്പരും അവസാനിക്കും. ആ സന്തോഷത്തിൽ അവൾ ചിലപ്പോൾ എഴുന്നേറ്റൂടാന്നുമില്ല. ദേവൻ നടന്നു നന്ദനയുടെ അരികിലെത്തി മെല്ലെ ആ ചുമലിൽ കൈവച്ചു. നന്ദനയിൽ അറിയാതൊരു കോരിത്തരിപ്പുണ്ടായി. കഴുത്തിൽ താലി കെട്ടിയ ശേഷമുള്ള ആദ്യ സ്പർശനമാണ്. നെഞ്ചിനകം അലകടലായിരുന്നെങ്കിലും ആ സ്പർശം അവളെ വല്ലാതെ സ്വാധീനിച്ചു. ഒരു ജന്മം മുഴുവൻ കൊതിച്ച സൗഭാഗ്യമായിരുന്നു അത്. ശ്യാമ എഴുന്നേക്കട്ടെ, ദേവൻ മന്ത്രിച്ചു. എൻ്റെ പ്രാർത്ഥന അത് മാത്രമാണ്. എങ്കിലും അതിനായി നന്ദയെ ഇവിടുന്ന് അയക്കാൻ എനിക്കിനി വയ്യ. ആ തൊണ്ടയിടറി. ശ്യാമയോട് ഒരിക്കൽ തോന്നിയ ഈ അലിവ് ഇപ്പോൾ എനിക്ക് തന്നോടുമുണ്ട്. ജീവിതത്തിൽ നിന്ന് ആരെയും പടിയടച്ച് പിണ്ടം വയ്ക്കാൻ എനിക്ക് വയ്യ. എന്നെ ഉപേക്ഷിച്ച ഞാൻ സഹിക്കും. എനിക്കാരെ ഉപേക്ഷിക്കാൻ വയ്യ നന്ദ. ഒരേങ്ങലോടെ ദേവൻ നന്ദനയുടെ ചുമലിലേക്ക് മുഖമണച്ചു. നന്ദനയ്ക്കും അത് സഹിക്കാനായില്ല. അവൾ ആ മുഖം കൈത്തലത്തിൽ തഴുകി പിടിച്ചു. എൻ്റെ ദേവേട്ട സങ്കടപ്പെടരുത്. ദേവേട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ സ്പർശനം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പുണ്യം നിറഞ്ഞു. ഇനി ഒന്നും വേണമെന്നില്ല എനിക്ക്. മെല്ലെ നന്ദനയുടെ ചുമലിൽ നിന്നും ദേവൻ മുഖമുയർത്തി.
ഇനി നന്ദനെ എൻ്റോടൊപ്പം ഉണ്ടായാൽ മതി. കുട്ടിക്കാലത്തൊരിക്കൽ ഒരു കാക്കാത്തിയെ വീട്ടുമുറ്റത്ത് വന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ മോന് 2 കല്യാണം ഉണ്ടാകുമെന്ന്. അമ്മ എന്ന ആ സ്ത്രീയെ കളിയാക്കി. കള്ളം പറയാതെടി, എൻ്റെ ദേവൻ അതുണ്ടാവില്ല. രാജു ചിലപ്പോൾ 2ഓ 3ഓ കല്യാണം കഴിച്ചെന്ന് വരും. ദേവൻ ശ്രീരാമനാ. അവനൊരു സീത മാത്രമേ കാണൂന്ന ജാതകത്തിൽ. ആ അമ്മ തന്നെ എന്നെ 2ാം കല്യാണത്തിന് നിർബന്ധിച്ചു. എനിക്കും 2 കല്യാണം എന്നത് അറപ്പിക്കുന്ന കാര്യമായിരുന്നു. എന്നിട്ടും എങ്ങനെയോ എൻ്റെ ജീവിതത്തിൽ 2 ഭാര്യമാരുണ്ടായി. ഞാൻ ആഗ്രഹിച്ചതല്ല, സത്യമായി ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ എനിക്കിനി അത് ഒഴിവാക്കാൻ വയ്യ. ജനലരികിൽ ചെന്ന് അഴികളിൽ മുഖമണച്ച് അയാൾ നിന്നു. നന്ദ ചെന്ന ആ മുഖം ജനലഴികളിലൂടെ നിന്ന് വിടർത്തി. മതി സങ്കടപ്പെട്ടത്. ദേവേട്ടനിൽ നിന്ന് പിരിഞ്ഞു പോകാൻ എനിക്കും ഇനി ആവില്ല. ദേവേട്ടൻ്റെ ശ്യാമ എൻ്റേതുമാണ്. കൂടപ്പറപ്പുകളില്ലാത്ത ഞാൻ അവളെ എൻ്റെ സ്വന്തം കൂടപ്പറപ്പായി കാണും. നന്ദ, എൻ്റെ നല്ല കുട്ടി. അറിയാതെയാണ് ദേവൻ നന്ദനെ ഒരാലിംഗത്തിൽ വരിഞ്ഞു ചേർത്തത്. രാവിലെ ഇത്തിരി വൈകിയാണ് നന്ദനെ ഉണർന്നത്. അവൾക്കതിൽ വല്ലാത്ത പരിഭ്രമം ഉണ്ടായി. ദേവൻ അപ്പോഴും ഉണർന്നിട്ടില്ല. അയാളെ ഉണർത്താൻ നിൽക്കാതെ നന്ദന ടോയ്ലറ്റിൽ കയറി കുളിച്ചു വന്നു. അവൾ അടുക്കളയിലെത്തിയപ്പോൾ അവിടെ ദമയന്തിക്കൊപ്പം അഭിരാമി ഉണ്ടായിരുന്നു. ഈശ്വര, ഇതെന്ത് കളിയാ? അഭിരാമി കളിയാക്കി. നേരാ എത്ര ആയെന്ന വിചാരം? അങ്ങോട്ട് വന്ന് തട്ടി വിളിക്കാൻ ഒരുമ്പെടുകയായിരുന്നു ഞാൻ. എന്തു പറ്റിയെന്നറിയാതെ പരിഭ്രമമായി. 2 വട്ടം ചായ ഉണ്ടാക്കിയത് തണുത്തു. അത് 2ഉം ദമയന്തിയെ കുടിപ്പിച്ചു. തണുത്ത ചായയാണെന്ന് കുടിപ്പിച്ചതെന്ന് ഓർക്കണം. ദമയന്തി ചിരിച്ചു. കേടുവന്നത് വേലക്കാരികൾക്കുള്ളയാണല്ലോ. എനിക്കറിയില്ല. ചമ്മലിൽ നന്ദ പുഞ്ചിരിച്ചു. ജീവിതത്തിൽ ആദ്യമായ ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയത്. സന്തോഷം കൊണ്ട് മനസ്സ് കുളിർത്തു പോയി. ഒരു ജന്മം കാത്തിരുന്ന് കിട്ടിയ സന്തോഷമല്ലേ അതാ. സ്നേഹപൂർവ്വം അഭിരാമി നന്ദയുടെ കവിളിൽ തലോടി. നാണത്തിന് പകരം വല്ലാത്തൊരു വ്യസനമാണ് നന്ദയുടെ മുഖത്തുണ്ടായത്. മറ്റൊരാളുടെ സന്തോഷം കവർന്നെടുക്കുകയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ ആ തൊണ്ടയിടറി കണ്ണു നനഞ്ഞു. ദേവേട്ടൻ 2ാം വിവാഹം ചെയ്തതിനെ എതിർത്തിരുന്ന അഭിരാമിക്ക് പോലും വിഷമം തോന്നി. ദമയന്തിയും വല്ലാതായി. സാരയില്ല, ഞാൻ വേറെ ചായ ഇടാം. അഭിരാമി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുളിച്ചൊരുങ്ങിയ ഭാഗ്യലക്ഷ്മി അടുത്തെത്തിയത്. നന്ദനെയും അഭിരാമിയെ ദമയന്തിയെ ഒരുമിച്ച് കണ്ടപ്പോൾ ആ മുഖം ഇരുണ്ടു. ഈ അടുപ്പം തുടരാൻ അനുവദിച്ചുകൂടല്ലോ എന്ന് തോന്നി. എങ്കിലും നന്ദനയോട് നിറഞ്ഞ വാത്സല്യത്തോടെയാണ് പ്രകടമാക്കിയത്. അയ്യേ, എൻ്റെ മോള് കുളിച്ചോ? നന്ദനയുടെ മുടിയിൽ തൊട്ടു നോക്കി ഭാഗ്യം. നിനക്ക് തലയിൽ തേക്കാനായി നീല അമരിയും കറ്റാർ വാഴയും തുളസിയിലയും ഇട്ട് കാച്ചിയ എണ്ണ ഞാൻ എടുത്തു വെച്ചിരുന്നു. ഇപ്പോഴും എൻ്റെ മുടിയുടെ തഴപ്പ് കണ്ടോ? പുഷ്പത്തെ പെണ്ണുങ്ങൾ സ്വയം കാച്ചിയ എണ്ണ തേച്ചേ കുളിക്കൂ. നീല അമരിയും കറ്റാർ വാഴയും ഞാൻ ഇവിടെ വളർത്തണുണ്ട്. പണ്ട് തറവാട്ടിൽ വൈദ്യന്മാരെ വിളിച്ചു വരുത്തി 1 മാസത്തേക്ക് എല്ലാവർക്കും തേക്കാനുള്ള എണ്ണ കാച്ചിപ്പിയെടുക്കും. അതാ പതിവ്. അപ്പോഴേക്കും അഭിരാമി നന്ദനയ്ക്ക് കുടിക്കാൻ 1 കപ്പ് ചായ കൂടി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ദാ നന്ദേട്ടത്തി ചായ. വേണ്ട, പല്ല് ഞെരിച്ചുകൊണ്ട് ഭാഗ്യം ശബ്ദിച്ചു. ദേവൻ 2ാം വിവാഹം ചെയ്യാൻ പോണൂന്നറിഞ്ഞ് ഈ വീട് ഇളക്കി മറിച്ചവളാ ഇവൾ. ദേവൻ്റെ അടുത്ത് പോലും ഇവൾ വഴക്കിട്ടു. ആ ഇവൾ എടുത്തു തന്നാൽ പച്ചവെള്ളം പോലും കുടിക്കരുത്. ഒരുത്തിയെ വിഷം കൊടുത്ത് കിടത്തിയവളാ. സാരമില്ലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന പക്ഷെ ആ ചായക്കപ്പ് വാങ്ങി. അഭി സന്തോഷത്തോടെ ഉണ്ടാക്കി തന്നതല്ലേ. അങ്ങനെ ആർക്കെങ്കിലും ആരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ പറ്റുമോ? എന്നിട്ട് സമാധാനമായി ജീവിക്കാൻ പറ്റുമോ? ഇത് വെള്ളരിക്കാ പട്ടണമൊന്നും അല്ലല്ലോ. ചായക്കപ്പ് ചുണ്ടോട് ചേർത്തൊന്ന് നുണഞ്ഞു അവൾ. എന്നിട്ട് അഭിരാമിയെ അഭിനന്ദിച്ചു. അസല് ചായ. ഭാഗ്യം തീർത്തും സ്തബ്ധയായി. അഭിരാമിയുടെ മുഖത്തെ വിജയഭാവവും ദമയന്തിയുടെ ചുണ്ടിലെ പരിഹാസം കൂടി കണ്ടതോടെ ആ കണ്ണുകൾ ദേഷ്യങ്ങൾ വന്നു. ഭാഗ്യലക്ഷ്മിയിലെ ഭാവമാറ്റങ്ങൾ അഭിരാമി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. ഭാഗ്യം പക്ഷേ നെഞ്ചിനുള്ളിൽ പതഞ്ഞു പൊന്തിയ രോഷത്തിൻ്റെ തിരകൾ പല്ല് കടിച്ചമർത്തി. നന്ദനയോട് ക്ഷോഭിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് അവർക്കറിയാമായിരുന്നു. നന്ദന മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിൽ തനിക്കൊരു പിടിവള്ളി. ബാക്കി എല്ലാവരും ശത്രുക്കളാണ്. താൻ പെറ്റു വളർത്തിയ മകളാണെങ്കിൽ പൂർണ്ണമായി ആശ്രയിക്കാനും വയ്യ. അവൾക്ക് ഭർത്താവാണ് എല്ലാം. അവനു വേണ്ടി അവൾ ഈ വീട് പോലും അന്യാധീനമാക്കി. നന്ദനയാണെങ്കിൽ സമ്പന്നയാണ്. അവളോട് സ്നേഹമായി നിന്നാൽ നേട്ടങ്ങളെ ഉണ്ടാകൂ. പിണങ്ങിയാൽ നന്ദന ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് പോകും. പോയില്ലെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് പോകാൻ അവളുടെ അച്ഛൻ വരും. അതിബുദ്ധിമാനും സൂത്രശാലിയുമാണ് രാമുണ്ണിമാഷ്. മോളുടെ നന്മയ്ക്കാ അമ്മ പറഞ്ഞത്. ഇടർന്ന സ്വരത്തിൽ ഭാഗ്യം നന്ദനയോട് പറഞ്ഞു.
നിനക്കൊരാപത്ത് വരണത് എനിക്ക് സഹിക്കില്ല. നിന്റെ അച്ഛന് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്ത് സംഭവിച്ചാലും അദ്ദേഹം എൻ്റെ അടുത്താ ചോദിക്കുക. എന്നെ വിശ്വസിച്ച മോളുടെ അച്ഛൻ മോളെ ഇങ്ങോട്ട് അയച്ചതും എനിക്കൊന്നും സംഭവിക്കില്ല അമ്മേ. നന്ദന പുഞ്ചിരിച്ചു. നമ്മളെന്തിനാ വെറുതെ എല്ലാവരെയും സംശയിക്കുകയും ഭയക്കുകയും ചെയ്യുന്നത്? സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു നൽകാൻ കഴിയണവരാ അധികവും. അത് മോളുടെ തെറ്റിദ്ധാരണയാ, ഭാഗ്യ അറിയിച്ചു. സ്നേഹം ഭാവിക്കുന്നവരാ മോളെ അധികവും. എന്തെങ്കിലും കാര്യസാധ്യത്തിനാവും പലരും നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കണത്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത്തരം കാര്യം തിരിച്ചറിയാൻ കഴിയും അമ്മേ. സ്നേഹം ഭാവിച്ച് കാര്യം കാണാൻ നോക്കുന്നവർ അത്ര ബുദ്ധിമാന്മാരും ആയിരിക്കില്ല. എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ കള്ളത്തരം വെളിയിൽ ചാടും. നന്ദനയുടെ ആ തർക്ക സ്വഭാവം ഭാഗ്യത്തിന് തീരെ ഇഷ്ടമായില്ല. കല്യാണത്തിനു മുമ്പേ എന്തു വിനയവും അനുസരണയുമായിരുന്നു. കാര്യം കാണാനുള്ള സൂത്രമായിരുന്നു അതെന്ന് പോലും ഭാഗ്യത്തിന് സംശയമായി. എത്രയൊക്കെ ആയാലും രാമുണ്ണിയുടെ മോളല്ലേ. അമ്മ ഒന്നും പറയണില്ല. സ്നേഹം വിടാതെ ഭാഗ്യം തൻ്റെ പ്രതിഷേധം പ്രകടമാക്കി. ഒക്കെ സാവധാനം മനസ്സിലാവും. അവർ തിരിഞ്ഞ് അപ്പുറത്തേക്ക് പോയി. മോളുടെ മുന്നിലാണ് കൊച്ചമ്മ ആദ്യമായി സന്തോഷത്തോടെ തോൽക്കണത്. ദമയന്തി പറഞ്ഞു. ഇതിൽ തോൽവിയോ ജയമോ ഒന്നുമില്ല ദമയന്തി. ചിലപ്പോൾ അമ്മ പറഞ്ഞു തന്നെയാവും സത്യം. നന്ദനയും തിരിഞ്ഞു നടന്നു. ഈ കൊച്ചിൻ്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കണില്ല, ദമയന്തി അഭിരാമിയോട് പറഞ്ഞു. ഈ വീട്ടിൽ വന്ന പെണ്ണുങ്ങൾ മൂന്ന് അരാ. ഇവിടെയുള്ളതാണെങ്കിൽ ഇതിൻ്റെ കട. എനിക്ക് ഇത്തിരി ഇണങ്ങിപ്പോകാൻ പറ്റണത് അഭിരാമി മോള് മാത്രമാ. വേണ്ട, അഭിരാമി തല കുലുക്കി. അത്രയ്ക്ക് എന്നെ സോപ്പിടണ്ട. ദമയന്തിക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നതാ സത്യം. ഓ, ദമയന്തി ചിരിച്ചു. മോളെ എന്താ ഇത്ര മനസ്സിലാക്കാൻ? ഒരു പാവമാ മോള്. ഉവ്, അഭിരാമി വീണ്ടും തലയാട്ടി. എൻ്റെ വിശ്വരൂപം കാണുമ്പോൾ ദമയന്തി ബോധം കെട്ട് വീഴും. ഒരു മനുഷ്യനെ കൊന്നവളാണ് ഞാൻ. ദമയന്തി ഒന്നുമല്ലാതായി. അത് കണ്ട് അഭിരാമി ചിരി കടിച്ചമർത്തി. എങ്കിലും ദമയന്തിയുടെ അന്താളിപ്പ് മാറിയില്ല. നന്ദനയുടെ തലതിരിഞ്ഞ പോക്കിനെപ്പറ്റി ആരോടെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ ഭാഗ്യത്തിന് കഴിയാതെയായി. തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ദേവനോട് പറഞ്ഞാൽ അത് ചിലപ്പോൾ നന്ദയുടെ കാതിലെത്തിയെന്ന് വരും. ഇന്ദുലേഖയെ തന്നെ ശരണം പ്രാപിക്കാൻ ഭാഗ്യലക്ഷ്മി ഒടുവിൽ തീരുമാനിച്ചു. സ്റ്റെയർ കേസ് കയറി മുകളിലെത്തിയപ്പോൾ ഇന്ദുവിൻ്റെ മുകളിൽ നിന്ന് ഉറക്കെയുള്ള വർത്തമാനം കേൾക്കാമായിരുന്നു. ഭാഗ്യം വാതിക്കലെത്തിയപ്പോൾ ഇന്ദുവിൻ്റെ കരച്ചിൽ. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അമ്മയെ പുറത്ത് കണ്ടതും ഇന്ദുലേഖ പെട്ടെന്ന് കരച്ചിൽ നിർത്തി കണ്ണുകൾ തുടച്ചു. ഭാഗ്യത്തിൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ഇന്ദുവും ദിനകറും തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലേ? മുമ്പും അങ്ങനെ ഒരു സംശയം ഭാഗ്യത്തിന് തോന്നിയതാണ്. പിന്നീട് അസാധാരണമായി ഒന്നും കാണാത്തതുകൊണ്ട് സമാധാനിച്ചു. ഭാഗ്യം വാതുക്കൽ തന്നെ നിന്നതിനാൽ ദിനകർ ദേഷ്യഭാവത്തിൽ ഇറങ്ങി പുറത്തേക്ക് പോയി. അതോടെ ഭാഗ്യം അകത്തേക്ക് ചെന്നു. എന്താ മോളെ? അവർ ചോദിച്ചു. എന്തിനാ നീ കരഞ്ഞത്? ഒന്നുമില്ല. ഇന്ദു വാർഡ്രോബ് തുറന്ന് എന്തോ തിരയുന്നതായി നടിച്ചു. എന്താ കാര്യം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞുകൂടെ? ഭാഗ്യ ആരാഞ്ഞു. നിന്റെ അമ്മയല്ലേ ഞാൻ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇന്ദു മുഖം വേർപ്പിച്ചു. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോന്ന് തിരക്കി വന്നതല്ല ഞാൻ. ഭാഗ്യത്തിന് ശുണ്ടി വന്നു. വന്നപ്പോൾ ഓർക്കാപ്പുറത്താ നിന്റെ കരച്ചിൽ കേട്ടത്. കാരണം തിരക്കേണ്ടത് എൻ്റെ കടമയല്ലേ. എൻ്റെ ആൺമക്കളെ ഞാൻ വേണ്ട പോലെ സ്നേഹിച്ചിട്ടില്ല. എന്തിനും നിന്റെ പക്ഷത്താ ഞാൻ നിന്നിട്ടുള്ളത്. നിന്റെ സുഖവും സന്തോഷവും പ്രതീക്ഷിച്ച നീ ആഗ്രഹിച്ചവനുമായി തന്നെ നിന്റെ കല്യാണം നടത്തിയത്. അതിനായി എൻ്റെ വീടിൻ്റെ അവകാശം പോലും ഞാൻ ഒഴിഞ്ഞു കൊടുത്തു. ചോദിച്ച സ്ത്രീധനം കൊടുത്തു. ക്ലിനിക്ക് പണിയാൻ പണം കൊടുത്തു. എന്നിട്ടും നീ കരയേണ്ടി വന്ന എനിക്കതിൻ്റെ കാരണം അറിഞ്ഞേ പറ്റൂ. ഒരു നിമിഷം ഇന്ദുലേഖ പതറി നിന്നു. പിന്നെ അവൾ പറഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ വല്ലപ്പോഴും ഒരു വഴക്കോ വാക്ക് തർക്കമോ ഒക്കെ ഉണ്ടായിന്ന് വരും. ചിലപ്പോൾ ഒന്ന് കരഞ്ഞൂന്നും വരും. അതിൻ്റെയൊക്കെ കാരണം അച്ഛനമ്മമാരെ അറിയിക്കാൻ പറ്റണതാവില്ല. നീ അറിയിക്കണ്ട. ഈർഷ്യയിൽ ഭാഗ്യം മുഖം തിരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി. നീ ഒരു പെണ്ണാണെന്ന് തെളിയിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. കുറ്റം അവൻ്റേതാണെങ്കിൽ ചികിത്സിക്കാൻ പറയണം. രാജുവിൻ്റെ കാര്യവും ഇതുതന്നെയായി. ഇതിന് പക്ഷെ ഉത്തരവാദി ഞാനാ. കണക്കില്ലാതെ സ്ത്രീധനം കിട്ടുമെന്ന് വിചാരിച്ച് എൻ്റെ മോനെ ആ മച്ചിക്ക് വിറ്റുപോയി. അതുപോലല്ലോ നിന്റെ കാര്യം. ദിനകർ നീ മോഹിച്ച് കല്യാണം കഴിച്ച ആളല്ലേ. അവനൊരു കുറവുണ്ടെങ്കിൽ നീ അത് തുറന്നു പറയണം, തിരുത്താൻ നോക്കണം. അമ്മയൊന്ന് നിർത്ത്. എന്തു ഒച്ച വെച്ചു. വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറമാണോ ഇത്? ഏത് പെണ്ണിനാ പ്രസവിക്കാൻ മോഹമില്ലാത്തത്? എനിക്ക്
നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉറച്ച സ്വരത്തിലാണ് ഇന്ദു പറഞ്ഞത്. ഉടനെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും ഞാൻ ആഗ്രഹിക്കണില്ല. എനിക്ക് DGO എടുക്കണമെന്നുണ്ട്. നല്ല പ്രാക്ടീസ് കിട്ടാൻ അത് അത്യാവശ്യമാണ്. പറ്റിയാൽ പുറത്ത് എവിടെയെങ്കിലും പോകണമെന്നുമുണ്ട്. പുറത്തെവിടെ? ഭാഗ്യം ചോദിച്ചു. വിദേശത്തെവിടെങ്കിലും. അതിനിടയിൽ ഗർഭവും പ്രസവവും ഒക്കെ പ്രോബ്ലമാണ്. നേരാണോ നീ പറയുന്നത്? ഭാഗ്യത്തിന് ആകാംക്ഷയായി. നീ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണോ? ഇന്ദുവിൻ്റെ മുഖത്ത് ഒരു പതർച്ചയുണ്ടായി. എങ്കിൽ അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അതെ. ഭാഗ്യത്തിന് സമാധാനമായി. അവർക്കിടക്കയിലിരുന്നു. ഞാൻ വന്നത് നന്ദനെക്കുറിച്ച് പറയാനാ. പഴയ മട്ടല്ല അവൾക്കിപ്പോൾ. ഞാൻ എന്തു പറഞ്ഞാലും എതിർക്കും, തർക്കിക്കും, ഇങ്ങോട്ട് ഉപദേശിക്കും. കൂട്ടാണെങ്കിൽ അഭിരാമിയുമായി. ഏഷണിയല്ലേ അവൾ പറഞ്ഞു കൊടുക്കൂ. അവളുമായി കൂട്ട് വേണ്ടെന്ന് പല കുറിയായി ഞാൻ പറയണു. നന്ദന പക്ഷേ എൻ്റെ വാക്കിന് യാതൊരു വിലയും നൽകണില്ല. ഇങ്ങനെ പോയാ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയാവും. ഇന്ദുലേഖ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. പിന്നെ ചുറ്റും നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി അറിയിച്ചു, എൻ്റെ അടുത്തല്ല ഇതൊക്കെ പറയേണ്ടത്, ദേവേട്ടൻ്റെ അടുത്താ. അമ്മ പറഞ്ഞിട്ടല്ലേ ഈ കല്യാണം നടത്തിയെന്നല്ലേ അവൻ ചോദിക്കൂ. സത്യവും അതാണല്ലോ. അവൻ്റെ ഇഷ്ടമില്ലാതെ നിർബന്ധിച്ച് നടത്തിയതല്ലേ ഞാൻ. പിന്നെങ്ങനെ നന്ദനയുടെ കുറ്റം ഞാൻ അവൻ്റെ അടുത്ത് പറയും? ഭാഗ്യം ചോദിച്ചു. എനിക്കറിയില്ല. ഇന്ദു കൈമലർത്തി. എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതിനെന്താ പരിഹാരമെന്ന് പോലും എനിക്കറിയില്ല. അപ്പം പിന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എൻ്റെ തലയിൽ കയറ്റാതിരിക്കുന്നതല്ലേ നല്ലത്. നന്ദന എങ്ങനെയായാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കിപ്പോൾ എൻ്റെ ജീവിതം വലുത്. നിന്റെ ജീവിതത്തിന് എന്താ പറ്റിയെന്നൊന്നും പറഞ്ഞുകൂടെ? കാര്യം അറിയാതൊരു പരിഹാരം പോലും പറയാൻ കഴിയില്ലല്ലോ. അമ്മയുടെ അടുത്ത് അതേപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പരിഹാരം പറയാനും അമ്മയ്ക്ക് കഴിയില്ല. അമ്മയ്ക്കെന്നല്ല ആർക്കും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത കാര്യം. അപ്പം മിണ്ടാതിരിക്കണതല്ലേ നല്ലത്. ഇന്ദു മുഖം വെട്ടിത്തിരിച്ചു. ഞാനൊന്നും പറയണില്ല. ഭാഗ്യം തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. അവർ വാതിൽ കടന്നപ്പോൾ ഇന്ദു പിന്നിൽ നിന്ന് തിരക്കി. അമ്മ ഇന്ന് അമ്പലത്തിൽ പോണുണ്ടോ? ഭാഗ്യം വിസ്മയത്തിൽ തിരിഞ്ഞു നോക്കി. ഇല്ല. എന്തേ? ഇന്ദു മറുപടി പറഞ്ഞില്ല. എനിക്കങ്ങനെ ദിവസേന അമ്പലത്തിൽ പോണ ശീലമൊന്നുമില്ലെന്ന് അറിഞ്ഞൂടെ? ഭാഗ്യം ചോദിച്ചു. അങ്ങനെ അമിത ഭക്തിയില്ല. വല്ലപ്പോഴും ഒന്ന് പോകും. ഇവിടെ ഇരുന്ന് മുഷിയുമ്പോൾ വെള്ളിയോ ശനിയോ നോക്കി. ആളുകൾ കൂടുതൽ എത്തണത് അന്നാണല്ലോ. പിന്നെ എൻ്റെ മക്കളുടെ പിറന്നാളുകൾ മുടങ്ങാതെ വഴിപാട് കഴിപ്പിക്കും. അതൊക്കെ പോരെ? അച്ഛൻ്റെ പിറന്നാളിന് അമ്മ അമ്പലത്തിൽ പോകാറില്ലേ? ഇന്ദു തിരക്കി. ഭാഗ്യത്തിൻ്റെ മുഖം ഒന്ന് മങ്ങി. അതെന്താ നീ അങ്ങനെ എടുത്തു ചോദിച്ചത്? സൗകര്യപ്പെടുമ്പോൾ ഞാൻ പോകും. അല്ലാതെ ഒരു ശീലാവധി ഒന്നും വാങ്ങാൻ എനിക്ക് കഴിയില്ല. ഓക്കെ ഓക്കെ. ഇന്ദു പുഞ്ചിരിച്ചു. അമ്മയെ ശീലാവധിയാക്കാൻ ചോദിച്ചതല്ല ഞാൻ. വൈകുന്നേരം എനിക്കൊന്ന് അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴുതാൽ കൊള്ളാമെന്നുണ്ട്. മനസ്സിനൊരു സുഖമില്ല. അമ്മ കൂടെ തുണ വരുമോയെന്നറിയാൻ തിരക്കിയതാ ഞാൻ. ഭാഗ്യത്തിൻ്റെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു. ക്ഷേത്രങ്ങളിൽ പോകാനും ദർശനം നടത്താനും ഒട്ടും താല്പര്യം കാണിച്ചിട്ടുള്ള തരമല്ല ഇന്ദു. തുണ വിളിച്ചാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവൾ ഒഴിയും. ഇല്ലെങ്കിൽ വെറുതെ തുണ വന്നിട്ട് കാറിനുള്ളിൽ കുത്തിയിരിക്കും. ക്ഷേത്രത്തിനകത്തേക്ക് വരിക അപൂർവമായിരിക്കും. കുട്ടിക്കാലത്ത് നിർബന്ധിച്ചു കൊണ്ടുപോകുമായിരുന്നു. അടുത്ത കാലത്തെങ്ങും അവൾ ക്ഷേത്രത്തിൽ പോയതായേ അറിയില്ല. പെട്ടെന്നിപ്പോൾ എന്തു പറ്റി? എന്താണ് അവളുടെ മനസ്സിൻ്റെ അസുഖമെന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി കിട്ടുമെന്ന് ഉറപ്പില്ലാതിരുന്നാൽ ഭാഗ്യം ചോദിച്ചില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, ഇന്ദു പറഞ്ഞു. ഞാൻ ഏതായാലും ഇന്നൊന്ന് ക്ഷേത്രത്തിൽ പോണുണ്ട്. ഞാനും വരാം. ഭാഗ്യം സമ്മതിച്ചു. എപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ മതി. ഭാഗ്യം തിരിഞ്ഞു നടന്നു. വൈകുന്നേരം ഇന്ദുലേഖ ക്ഷേത്രത്തിൽ പോയാനായി അണിഞ്ഞിറങ്ങി. മകളേക്കാൾ ആഡംബരത്തിലായിരുന്നു ഭാഗ്യലക്ഷ്മി. ക്ലിനിക്കൽ ദിനകറിന് പേഷ്യൻസിൻ്റെ തിരക്കുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഇന്ദു ചെന്ന് അയാളുടെ കാർ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, കർശനമായ മറുപടി വന്നു. എനിക്കിടയ്ക്കൊന്ന് പുറത്തേക്ക് പോകണം. ഇരുണ്ട മുഖത്തോടെയാണ് ഇന്ദു തിരികെ വന്നത്. നമുക്ക് നമ്മുടെ കാറിൽ പോകാം മോളെ, ഭാഗ്യം പറഞ്ഞു. എന്തിനാ വെറുതെ ദിനകറിനെ ശല്യപ്പെടുത്തണത്? അതും നമ്മുടെ കാറാണല്ലോ, ഇന്ദു പറഞ്ഞു. കല്യാണത്തിന് നമ്മൾ വാങ്ങിക്കൊടുത്തത്. ഇത്ര പ്രാക്ടീസ് ഉണ്ടായിട്ടും പുതിയൊരു വണ്ടി വാങ്ങിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. കിട്ടുന്ന പണം മുഴുവൻ ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. ആശുപത്രിയാണെങ്കിൽ സ്വന്തം പേരിലും. എനിക്കൊരു ഷെയറില്ല. സ്വന്തം അച്ഛനും ഏട്ടനും എല്ലാം ഷെയറുണ്ട്. സ്വന്തം ഡ്രസ്സിൻ്റെ ചിലവ് ഞാൻ വഹിക്കണം. സ്വന്തം ഉപയോഗത്തിനുള്ള കാറിൻ്റെ പെട്രോൾ ഞാൻ അടിക്കണം. ഭാര്യ എന്നാൽ കൊടുക്കാൻ മാത്രമുള്ള ഒരു ഉപകരണം. ഇങ്ങടൊന്നിനും അവകാശമില്ല. അവളുടെ തൊണ്ടയിടറി. ഭാഗ്യം അമ്പരപ്പിൽ മകളെ നോക്കി. ആദ്യമായാണ് ഇന്ദുലേഖ ഭർത്താവിനെതിരെ സംസാരിക്കണത്. മുമ്പൊക്കെ ദിനകരൻ്റെ എന്തേലും ഒരു കുറ്റം
അങ്ങോട്ട് പറഞ്ഞ ചാടിക്കടിക്കാൻ വരുമായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഭാഗ്യം ചോദിച്ചില്ല. ചോദിച്ചാൽ അവൾ പറയില്ലെന്നറിയാം. പറയണമെന്ന് തോന്നുമ്പോൾ താനെ ഇങ്ങോട്ട് പറയും. അതുവരെ കാക്കാൻ ഭാഗ്യം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ ഇന്ദു ഒരുപാട് സമയം ചെലവഴിച്ചു. എന്തൊക്കെയോ വഴിപാടുകൾ കഴിച്ചു. ചുറ്റമ്പലത്തിന് 21 പ്രദക്ഷിണം വെച്ചു. എല്ലാം ഭാഗ്യത്തിൽ അത്ഭുതമാണ് ഉണ്ടാക്കിയത്. തിരികെ മടങ്ങുമ്പോൾ റോഡിൽ അവർ വിശേഷപ്പെട്ടൊരു കാഴ്ച കണ്ടു. സുമുഖനായൊരു ചെറുപ്പക്കാരൻ്റെ ബൈക്കിന് പിന്നിൽ ശ്യാമയുടെ അനുജത്തി ഹേമ. അഴിഞ്ഞാടി നടക്കുകയാണല്ലോ അവൾ. ഭാഗ്യ ഇന്ദുവിനോട് പറഞ്ഞു. ഏട്ടത്തി ഇങ്ങനെ തന്നെയാവും രാജുവിനെ ദേവനെ ഒരുപോലെ വശീകരിച്ചെടുത്തത്. ഇന്ദു അത് കേട്ടതായി നടിച്ചില്ല. ഏതാണാവോ ആ ചെറുപ്പക്കാരൻ? ഭാഗ്യം തുടർന്നു. മുമ്പ് എവിടെയോ കണ്ട പരിചയമുണ്ട്. അമ്മയൊന്നും മിണ്ടാതിരിക്കണം. ഇന്ദു ഭാഗ്യത്തെ ശാസിച്ചു. അയാൾ ആരായാൽ നമുക്കെന്താ? ഇന്ദുവിൻ്റെ ആ പ്രതികരണം ഭാഗ്യത്തിന് വലിയ അതിശയമായി. മകൾ വല്ലാതെ മാറിയിരിക്കുന്നെന്ന് അവർക്ക് തോന്നി. ഹേമയും സുധീന്ദ്രനും ശ്യാമാഫയിലെത്തിയപ്പോൾ ത്രിസന്ധ്യയായി. സിറ്റ് ഔട്ടിലെ സെറ്റിയിൽ തത്തയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമ. ബൈക്കിൽ വന്നവരെ കണ്ട് ആദ്യം അവളൊന്ന് ശങ്കിച്ചു. ദേവേട്ടന് നന്ദയുമാണോ എന്നാണ് ശ്യാമ ശങ്കിച്ചത്. ബൈക്കിൽ നിന്നിറങ്ങിയ ഹേമയും സുധീന്ദ്രനും കാരിയറിൽ നിന്ന് ഓരോ പൂമാലകൾ എടുത്ത് കഴുത്തിലണിഞ്ഞു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. സുധീന്ദ്രനാണ് അറിയിച്ചത്, രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച്. എന്താ വല്ലാതെ അമ്പരന്ന്? ഹേമ ശ്യാമയുടെ കവളിൽ തട്ടി. ശ്യാമയുടെ കയ്യിൽ നിന്ന് തത്തമ്മോളെ പിടിച്ചു വാങ്ങി. ശ്യാമയുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്യാമയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നുകൊണ്ട് ഹേമ ആരാഞ്ഞു. എന്താ ശ്യാമേച്ചി ഒന്നും പറയാത്തത്? ഞങ്ങൾ വിവാഹിതരായത് ഇഷ്ടമായില്ലേ? ഇഷ്ടമാവാഞ്ഞിട്ടല്ല. മുടന്തി നടക്കുന്നതിനിടയിൽ കണ്ണു തുടച്ചുകൊണ്ട് ശ്യാമ പറഞ്ഞു. 2 വീട്ടുകാരും അറിഞ്ഞു ഒരു കല്യാണമായി നടത്താൻ തീരുമാനിച്ചിരുന്നതല്ലേ? എന്നിട്ട് എൻ്റെ അതേ വിധി നിനക്കും വന്നല്ലേ? എന്ത് വിധി? ഹേമ ചോദിച്ചു. അനാർഭടമായുള്ള കല്യാണം. സത്യത്തിൽ കല്യാണം എന്നത് 2 വ്യക്തികളുടെ സ്വകാര്യ അവകാശം അല്ലേ ശ്യാമേച്ചി? അതിന് ഇത്ര പബ്ലിസിറ്റി വേണോ? പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയും എല്ലാം വിളിച്ചു വരുത്തി ഒരുപാട് പണം ദൂർത്തടിച്ച് നിരവധി പേർക്ക് സദ്യ നൽകി ഒരു മഹാസംഭവം ആക്കണോ ഇത്? ഈ വൃത്തികെട്ട മാമൂല് കാരണം എത്ര കുടുംബങ്ങളാ കടക്കണി വീഴുന്നത്? ബുദ്ധിപൂർവം കുറച്ചു പേരെങ്കിലും പുതിയ മാതൃക കാട്ടി കൊടുക്കേണ്ടതല്ലേ? ശ്യാമയ്ക്ക് ഉത്തരം മുട്ടി. അവൾ നിന്നു. എന്നിട്ട് സുധീന്ദ്രനെ നോക്കി. സോറി സുധി, എനിക്കെന്തോ പെട്ടെന്നൊരു സങ്കടം വന്നു. ഇവളുടെ കല്യാണമെങ്കിലും ഒരു കല്യാണമായി നടന്നു കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെപ്പോലും അറിയിക്കാതെ. അതുകൊണ്ടാ ഞാൻ. സാരമില്ല ശ്യാമേച്ചി, സുധീന്ദ്രൻ പുഞ്ചിരിച്ചു. എനിക്ക് മനസ്സിലാവും ശ്യാമേച്ചിയുടെ വിഷമം. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല. 6 മാസത്തിലധികമായി ഹേമയുടെ കാര്യം ഞാൻ വ്യക്തമായി വീട്ടിൽ അറിയിച്ചിട്ട്. വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു അനുകൂല നീക്കമില്ല. ഞാനല്പം ധിക്കാരിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് എതിർപ്പ് കാണിച്ചില്ലെന്ന് മാത്രം. വീട്ടുകാർക്ക് സമ്മതമാണെന്നാണല്ലോ സുധി ഒരിക്കൽ പറഞ്ഞിരുന്നത്. അവിടേക്ക് വന്ന അമ്മിണി ചോദിച്ചു. ഇവിടെ വിഷമമുണ്ടാകുമെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. സുധീന്ദ്രൻ ചമ്മലിൽ ചിരിച്ചു. താനെ എൻ്റെ വഴിക്ക് വരുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നിട്ട്? ആകാംക്ഷയായി അമ്മിണിക്ക്. ഇപ്പോൾ വിരോധം പറഞ്ഞോ? വിരോധം പറയുകയില്ല. എനിക്കായി വേറെ ആലോചനകൾ കൊണ്ടുവരികയാണ്. അതിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയും ധിക്കരിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതവർക്ക് വളമായിട്ടുണ്ടാകാം. വാക്കുകൊണ്ടുള്ള ധിക്കാരത്തേക്കാൾ ശക്തി പ്രവർത്തിക്കാണെന്ന് എനിക്ക് തോന്നി. എങ്കിൽ ഇന്ന് ഇത് തന്നെ ഞങ്ങളുടെ മുഹൂർത്തമെന്ന് ഞാനും നിശ്ചയിച്ചു. ഹേമ അനുകൂലിക്കുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വധുവിനെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. ഈശ്വര, അമ്മിണി കരഞ്ഞു. അമ്മ പേടിക്കണ്ട, സുധീന്ദ്രൻ ചിരിച്ചു. ശ്യാമേച്ചിയുടെ ഭർത്തൃഗ്രഹത്തിലേതുപോലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഞാൻ അനുവദിക്കുകയില്ല. എല്ലാവർക്കും ചെറിയൊരു മൗനവ്രതം. അത് അവസാനിക്കട്ടെ എന്ന് കരുതി ഞങ്ങളിഞ്ഞു പോരുന്നു. അവിടെ അങ്ങനെ അരിഷ്ടമുണ്ടാകാൻ എന്താ സുധി കാരണം? അമ്മിണി ചോദിച്ചു. ഞങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ടാണോ? ഹേമയൊന്ന് നോക്കിയിട്ട് ചെറു ചിരിയോടെയാണ് സുധീന്ദ്രൻ പറഞ്ഞത്. ഈ ഹേമ മഹാവില്ലത്തിയാണെന്ന് ആരോ അവിടെ റിപ്പോർട്ട് എത്തിച്ചിരിക്കണമേ. ശ്യാമേച്ചിയെ പോലുള്ള പാവം പെൺകുട്ടികളെയാണല്ലോ എല്ലാ അച്ഛനമ്മമാരും മരുമകളായി ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ 2 പറയണവരെ സാധാരണഗതിയിൽ എല്ലാവരും ഒന്ന് ഭയക്കുമല്ലോ. നല്ല മരുമകളായി പെരുമാറാനും അറിയാമെന്ന് ഹേമയെന്ന് തെളിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒരു നല്ല പ്രതികരണം ഉണ്ടായേക്കാം. അതുവരെ ഞാനിവിടെ ദത്ത് നിൽക്കാമെന്ന് വിചാരിക്കുക. ഇവിടെയാണെങ്കിൽ ഒരാൺതുണ ആവശ്യമാണല്ലോ. ഹേമ വായി പൊത്തിച്ചിരിച്ചു. ദത്ത് നിൽക്കണതൊക്കെ കൊള്ളാം.
മാസാമാസം ശമ്പളം കൃത്യമായി ഇങ്ങ് ഏൽപ്പിച്ചേക്കണം. ഭർത്താവിന് ചെലവിന് കൊടുക്കുന്ന ഭാര്യയാവാൻ ഞാൻ ഇഷ്ടപ്പെടണില്ല. അത്രയും പരിഷ്കാരം കുറച്ച് മതി. ഭർത്താവ് ചെലവിന് തരുന്ന ഒരു നല്ല ഭാര്യയായി ഞാൻ ജീവിച്ചോളാം. അപ്പോൾ ഭർത്താവ് പറയണതൊക്കെ അനുസരിക്കേണ്ടി വരും. അത്യാവശ്യത്തിനുള്ള അനുസരണയൊക്കെ എനിക്കുണ്ടെന്ന് മനസ്സിലായല്ലോ? ഹേമ തിരക്കി. ഇല്ലെങ്കിൽ സബ് രജിസ്ട്രാറുടെ മുന്നിലേക്ക് വരില്ലായിരുന്നല്ലോ. മതി തർക്കം, അമ്മിണി പറഞ്ഞു. അമ്മ ചായ എടുക്കാം, അത് കഴിഞ്ഞ് ഊണ് റെഡിയാക്കാം. രജിസ്റ്റർ ആയിരുന്നാലും കല്യാണം കഴിച്ചതല്ലേ, ഒരു പായസം ഉണ്ടാക്കാൻ ഞാൻ. ഹേമ സന്തോഷത്തോടെ സുധീന്ദ്രനെ നോക്കി. ഹേമയുടെ കൈ പിടിച്ച് സുധീന്ദ്രൻ അകത്തേക്ക് നടന്നു. ശ്യാമ തനിച്ചായി. അവളുടെ ഓർമ്മയിൽ സ്വന്തം വിവാഹദിനം തെളിഞ്ഞു. ദേവേട്ടൻ തൻ്റെ കഴുത്തിൽ താലി അണിയിച്ച മുഹൂർത്തം. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളായിരുന്നു അത്. അത് കഴിഞ്ഞ ജന്മത്തിലായിരുന്നു എന്ന് ശ്യാമയ്ക്ക് തോന്നി. ഈ ജന്മത്തിൽ തനിക്ക് അങ്ങനെ ഒരു ദേവേട്ടനില്ല. താൻ ആ പഴയ ശ്യാമയുമല്ല. പക്ഷേ ദേവേട്ടൻ്റെ മകൾ തത്ത തൻ്റെയും മകളാണ്. ശ്യാമ ജീവിക്കുന്നത് ആ പൊന്നു മകൾക്ക് വേണ്ടിയാണ്. ഞാനിപ്പം ഈ വീട്ടിലായതുകൊണ്ട് പറയുകയാണ്, സുധീന്ദ്രൻ പറഞ്ഞു. ശ്യാമേച്ചിക്ക് ദേവേട്ടൻ ജീവനാംശം കൊടുക്കേണ്ടതാണ്. കുഞ്ഞുണ്ടല്ലോ, അവർക്ക് പ്രത്യേകിച്ച് വരുമാനവുമില്ല. ഹേമയുടെ മുഖം മ്ലാനമായി. എൻ്റെ ശ്യാമേച്ചിക്ക് എന്തിനാണ് അങ്ങനെയൊരു ധർമ്മം? അവൾ ചോദിച്ചു. ബൂത്തിൽ ചെന്നിരുന്നാലും ശ്യാമേച്ചിക്ക് തത്തയെ വളർത്താൻ കഴിയും. സത്യത്തിൽ എൻ്റെ ഏട്ടത്തെയും കുട്ടീനെയും ഞാൻ നോക്കാമെന്ന് പറയാനാ എനിക്കിഷ്ടം. വയ്യാത്തവളാണ്, ഭർത്താവ് ഉപേക്ഷിച്ചവളാണ്. അതിനോട് എനിക്കൊരു കടമയുണ്ട്. സുധീന്ദ്രൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഏതായാലും ശ്യാമേച്ചിയും കുഞ്ഞു സുധിയേട്ടൻ്റെ ചുമലിലൊരു ഭാരമാവില്ല, ഹേമ പറഞ്ഞു നിർത്തി. സുധീന്ദ്രൻ ഞെട്ടലിൽ ഹേമയെ നോക്കി. അങ്ങനെ വിചാരിച്ചാണോ ഞാൻ പറഞ്ഞത്? ദേവേട്ടൻ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പും കാറും ഒക്കെയായി. കുറച്ച് ദിവസം കൊണ്ട് ആള് മാറി. കുഞ്ഞിനെയെങ്കിലും സഹായിക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ടല്ലോ എന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ദേവേട്ടൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നനായാലും എൻ്റെ ചേച്ചിയും കുട്ടിയും ആ കരുണയ്ക്കായി കൈനീട്ടൻ ഹേമ അയക്കില്ല. ദേവേട്ടൻ ഇങ്ങോട്ട് വന്ന് സഹായിക്കുകയാണെങ്കിൽ ഓക്കെ, അതിനെതിരായി ഞാനൊരക്ഷരം പറയില്ല. എല്ലാറ്റിനും ഉപരി എന്ത് കാര്യവും തീരുമാനിക്കേണ്ട ആൾ ശ്യാമേച്ചി തന്നെയാ. അതിനുള്ള പക്വതയും കരുത്തുമൊക്കെ ഇപ്പം ശ്യാമേച്ചിക്കുണ്ട്. സത്യത്തിൽ ദേവേട്ടൻ്റെ രണ്ടാം വിവാഹം ശ്യാമേച്ചിക്ക് താങ്ങാനാവുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. ഞാനാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഹേമ സഹിക്കുമോ അതോ കേസ് കൊടുക്കുമോ? തമാശയായാണ് സുധീന്ദ്രൻ ചോദിച്ചത്. കേസ് കൊടുക്കില്ല, കൊല്ലും ഞാൻ, ഹേമ പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇനി മറ്റൊരുത്തിയെ മോഹിക്കുകയേ വേണ്ട. വിവാഹത്തിൽ താല്പര്യമില്ലാതിരുന്ന എന്നെ കെട്ടിവലിച്ച് ഇതിൽ ചാടിച്ചിട്ട് കണ്ണീര് കുടിപ്പിക്കാമെന്ന് എൻ്റെ കുഞ്ഞ് ആശിക്കണ്ട. എൻ്റെ കുഞ്ഞോ? സുധീന്ദ്രൻ ചിരിച്ചു. 6 വയസ്സിന് മൂത്തതാ ഞാൻ. അപ്പോഴേക്കും അമ്മിണി ചായയുമായി മുറിയുടെ വാതുക്കൽ വന്ന് മുട്ടി. പിറ്റേന്ന് രാവിലെ സുധീന്ദ്രന് ഹേമയും പുറത്തു പോകാനായി ഇറങ്ങിയപ്പോൾ ശ്യാമ അവരോട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ തന്നെ ബൂത്തിൽ ചെന്നിരുന്നാലോ എന്ന് ആലോചിക്കുക. ഹേമയ്ക്ക് കമ്പ്യൂട്ടർ സെൻറ്ററിൽ ജോലി ശരിയാകുമല്ലോ. ഹേമ പുഞ്ചിരിയോടെ ശ്യാമയെ നോക്കി. എനിക്ക് ജോലി കിട്ടാഞ്ഞിട്ടല്ല ഞാൻ ബൂത്തിൽ പോണത്. ശ്യാമേച്ചിക്ക് വയ്യാത്തത് കൊണ്ടാണ്. ഒരാഴ്ച കൂടി ഇവിടൊക്കെ നടന്ന് ശരിക്കൊന്ന് ട്രെയിൻ ചെയ്യും. ഒരു ദിവസം നമുക്ക് 2 പേർ കൂടെ ബൂത്തിലേക്ക് പോകാം. തനിച്ച് യാത്ര ചെയ്യണതിൽ ബുദ്ധിമുട്ടില്ലെന്ന് തെളിഞ്ഞാൽ ശ്യാമേച്ചി തന്നെ ബൂത്തിലിരുന്നോളൂ. അത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു ഞാൻ. ശ്യാമയ്ക്ക് സന്തോഷമായി. പിന്നൊരു കാര്യം ഹേമ ഓർമ്മപ്പെടുത്തി. ബൂത്തിൽ ചെന്നിരുന്നാൽ ടൈലറിംഗ് ഷോപ്പിലേക്കുള്ള യാത്രയിൽ ദേവേട്ടനെങ്ങാൻ കണ്ടാലോ? കള്ളത്തരമൊക്കെ മനസ്സിലാവില്ലേ? എന്തായാലും ദേവേട്ടൻ അത് മനസ്സിലാവുമല്ലോ. ദേവേട്ടനും നന്ദയുമായി ഒരു നല്ല ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലായാലും ഒരു പ്രശ്നവും ഇല്ല. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെന്ന തെറ്റ് എൻ്റേതാ. ഇപ്പം എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിഞ്ഞല്ലോ. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. എനിക്ക് സന്തോഷമായി. ആ കണ്ണുകൾ നിറഞ്ഞു തൂവി. പോർച്ചിലെത്തി ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോൾ സുധീന്ദ്രൻ ഹേമയോട് പറഞ്ഞു, ഈ ശ്യാമേച്ചി ശരിക്കും കഴിഞ്ഞ കാലത്തെ സ്ത്രീയാ. എന്ന് വെച്ചാൽ വല്ല ഇതിഹാസത്തിലും ജീവിച്ചിരിക്കേണ്ട കഥാപാത്രം എന്ന് വെച്ച് എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം ഇതുപോലത്തെ സ്ത്രീയെ ഇന്ന് ഈ ഭൂമുഖത്ത് കാണാൻ കിട്ടില്ല. ഇന്നിവിടെ കാണാൻ കിട്ടുക ലോക്കൽ ഹേമമാരെയാ. മതിപുരാണം. സുധീന്ദ്രൻ്റെ തലയിൽ ഒരു കിഴുക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഹേമ. ദേവകുമാരൻ ഇപ്പോൾ സമയം കൂടുതൽ ചെലവഴിക്കുന്നത് ടൈലറിംഗ് ഷോപ്പിലല്ല, ടെക്സ്റ്റൈൽ സെൻറ്ററിലാണ്. രാമുണ്ണി മാഷിൻ്റെ നിർദ്ദേശമായിരുന്നു അത്. നന്ദനെയാണ് ദേവനെ പ്രേരിപ്പിച്ചതെന്ന് മാത്രം. ടെക്സ്റ്റൈൽ സെൻറ്ററിന് ഭാഗ്യോദയം എന്ന് പേരിടണമെന്ന ഭാഗ്യലക്ഷ്മിയുടെ ആഗ്രഹം പുല്ലുപോലെ അവഗണിക്കപ്പെടുകയും ചെയ്തു. ടൈലറിംഗ് സെൻറ്റർ വിപുലപ്പെടുത്തിയതോടെ നന്ദ റെഡിമെയ്ഡ്സായി.
ടെക്സ്റ്റൈൽ സെൻറ്റർ, നന്ദ ഹെവൻ ഓഫ് സിൽക്കും. AC ഉള്ള കാറിൽ നന്ദയിലെത്തുന്ന ദേവൻ അതേ വണ്ടിയിൽ തന്നെ തിരികെ വീട്ടിലേക്കും പോകും. അയാൾ ധരിക്കേണ്ട ഡ്രസ്സുകൾ പോലും നന്ദനെ എടുത്തു കൊടുക്കും. ഭാഗ്യത്തിന് മൂത്ത മകൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ നന്ദനയുടെ അനുവാദം വേണമെന്ന മട്ടായി. വീട്ടിലുള്ള സമയത്തെല്ലാം നന്ദന ദേവൻ്റെ അരികിൽ തന്നെ ഉണ്ടാകും. ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ കാഴ്ചക്കാർ വിധി എഴുതി മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഭാഗ്യത്തിന് പക്ഷേ അത് ഒട്ടും സഹിച്ചില്ല. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് അവരുടെ മനസ്സ് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യണമെന്ന് ഭാഗ്യത്തിന് മനസ്സിലായില്ല. കണ്ട് കൊതിക്കടാ, അവർ രാജുവിനോട് പറഞ്ഞു. അവൻ വെറും ഒരു തയ്യക്കാരനായിരുന്നു, നീ ഒരു എഞ്ചിനീയറും. എന്നിട്ടിപ്പോൾ അവൻ്റെ സ്ഥിതി നോക്കിക്കേ. ഇതാ കൂടെ കൂടുന്ന പെണ്ണുങ്ങളുടെ മിടുക്ക്. പക്ഷേ അമ്മയ്ക്ക് ആ മകനെ കാണാൻ കിട്ടുന്നതേ ഇല്ലല്ലോ, രാജു പരിഹസിച്ചു. ആര് പറഞ്ഞു? ഭാഗ്യം തോറ്റുകൊടുത്തില്ല. ഞാൻ പറയണതിനപ്പുറമില്ല എൻ്റെ നന്ദയ്ക്കും ദേവനും. നിനക്കറിയാമോ, നിനക്ക് ഈ ഗതി വന്നത് നിന്റെ ഭാര്യ കാരണമാ. സത്യത്തിൽ ഇതിലും ഭേദമായിരുന്നു ആ കാല് വയ്യാത്ത പെണ്ണു. രാജു ചിരിച്ചതേ ഉള്ളൂ. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന അഭിരാമിക്ക് ഇപ്പോൾ ചിരിക്കാൻ കഴിഞ്ഞില്ല. ഭാഗ്യലക്ഷ്മി എന്ന സ്ത്രീയോട് അവൾക്ക് സഹാനുഭൂതി തോന്നി തുടങ്ങിയിരുന്നു. ഒരു ദിവസം നന്ദനയെ കാണാൻ അച്ഛൻ രാമുണ്ണിവാശു വന്നത് കൃഷ്ണമ്മ എന്ന പരിചാരികയും കൊണ്ടായിരുന്നു. ഇനി മുതൽ കൃഷ്ണമ്മ ഇവിടെ നിൽക്കട്ടെ, മാഷ് നിർദ്ദേശിച്ചു. കൃഷ്ണമ്മയുടെ ശമ്പളവും ഭക്ഷണവും വസ്ത്രവും എല്ലാം ഞാൻ കൊടുത്തോളാം. എൻ്റെ മോളുടെ കാര്യം കൃഷ്ണമ്മ നോക്കിക്കോളും. ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടാത്തത് കൊണ്ട് എൻ്റെ മോൾ ഈയിടെ വല്ലാതെ ക്ഷീണിച്ചു. മീനും ഇറച്ചിയും വെക്കുന്ന അടുക്കളയിലെ ആഹാരം പോലും അവൾക്ക് പിടിക്കില്ല. കൃഷ്ണമ്മ നല്ല കാളനും അവിയലും മെഴുക്ക് പുരട്ടിയും പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ. ഭാഗ്യത്തിന് ആ നിർദ്ദേശം അല്പം പോലും പിടിച്ചില്ല. എങ്കിലും എതിർക്കാൻ ആ നാവിന് കരുത്തുണ്ടായിരുന്നില്ല. കൃഷ്ണമ്മ കൂടി അടുക്കളയിൽ വന്നത് ദമയന്തിക്കും ഇഷ്ടമായില്ല. ചേച്ചി ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം, ദമയന്തി പറഞ്ഞു. ഞാൻ വന്നതേ ഇവിടെയുള്ള എല്ലാവർക്കും വെച്ച് വിളമ്പാനല്ല, കൃഷ്ണമ്മ അറിയിച്ചു. നന്ദമോൾക്ക് മാത്രം വേണ്ടിയിട്ടാ. ഇറച്ചിയും മീനുമൊക്കെ തിന്നണ കുട്ടിയല്ലത്. അപ്പോൾ ക്യാരറ്റ് ജ്യൂസും മുന്തിരി ജ്യൂസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഞാനൊപ്പം ഉണ്ടായേ പറ്റൂ. ഇടയ്ക്ക് മരുന്ന് കഞ്ഞി വെച്ച് കൊടുക്കണം ദേഹരക്ഷയ്ക്ക്. തലയിൽ എണ്ണ തേപ്പിച്ച് കൊടുക്കണം, താളി തേപ്പിച്ച് മെഴുക്കി കളയണം. ഇവിടെ ഇതിനൊക്കെ ആരാ ഉള്ളത്? ദമയന്തി മൂക്കിൽ വിരൽ ചേർത്തു. ഓ, വേലക്കാരികൾക്കുമുണ്ടോ ഇങ്ങനെ പൊങ്ങച്ചം? ഞാനേ നിന്നെപ്പോലെ വെറും വേലക്കാരിയല്ല. കൃഷ്ണമ്മ കൈ ചൂണ്ടി. നിന്നെ ദമയന്തിന്നേ എല്ലാവരും വിളിക്കൂ. എൻ്റെ നന്ദമോൾ എന്നെ കൃഷ്ണമ്മ ചേച്ചിന്നാ വിളിക്കുക. എനിക്കൊരു കാലുവേദന വന്നാ എൻ്റെ കാല് തടവി തരും, അതാ എൻ്റെ സ്ഥാനം. കൃഷ്ണമ്മ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് ഭാഗ്യം അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ദമയന്തി മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ കൃഷ്ണമ്മയോട് കൽപ്പിച്ചു. പുറത്ത് എൻ്റെ 2 സ്നേഹിതന്മാർ വന്നു നിൽപ്പുണ്ട്, നന്നായി 2 കാപ്പി വേണം. ഒരു രക്ഷയില്ല, എടുത്ത വായിക്ക് കൃഷ്ണമ്മയുടെ മറുപടി. നന്ദമോളുടെ അച്ഛൻ എന്നെ ഇവിടേക്ക് അയച്ചേക്കുന്നത് അതിൻ്റെ പാകം നോക്കാൻ മാത്രമാ. നാട്ടുകാർക്ക് കാപ്പി അനത്താൻ ഞാൻ കാപ്പിക്കട നടത്തണില്ല. അടി കൊണ്ടതുപോലെ തരിച്ചു നിന്നുപോയി ഭാഗ്യം. സ്വന്തം വീട്ടിലെ രാജ്ഞിയായിരുന്നു എന്നും ഭാഗ്യലക്ഷ്മി. ഭാഗ്യത്തിൻ്റെ ആ രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല. സിംഹാസനത്തിലിരിക്കുന്നതും രാജ്ഞിയായിരുന്നു. ഭരണവും ഭാഗ്യം എന്ന രാജ്ഞിയുടെ മാത്രം അവകാശമായിരുന്നു. അതാണെങ്കിൽ തീർത്തും ഒരു ഏകാധിപത്യ ഭരണവും. ഇപ്പോൾ രാജ്യവുമില്ല, രാജ്ഞിയുമില്ല. പരിചാരിയേക്കാൾ താഴെയുള്ളൊരു ജീവിയാണ് താനെന്ന് അവർക്ക് തോന്നി. കൃഷ്ണമ്മയൊന്ന് തറച്ചു നോക്കിയിട്ട് തിരിഞ്ഞ് ഡ്രോയിങ് റൂമിലേക്ക് നടന്നു ഭാഗ്യലക്ഷ്മി. നഗരത്തിലെ ഒരു പൊങ്ങച്ച സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന 3-4 സമ്പന്ന വനിതകളായിരുന്നു ഡ്രോയിങ് റൂമിലെ സെറ്റുകളിൽ. ഓരോ കപ്പ് കാപ്പി എടുക്കാനാ അടുക്കളയിലേക്ക് പോയത്. മുഖത്ത് വരുത്തി തീർത്ത ചിരിയോടെ ഭാഗ്യം പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു വേലക്കാരി മാർക്കറ്റിൽ പോയിരിക്കണം, മറ്റവൾക്ക് വയറുവേദന. ഈ സെർവൻസ് എല്ലാം ഇങ്ങനെയാ, വെറുതെ ശമ്പളം കൊടുക്കാമെന്ന് മാത്രം. അടുക്കളയിൽ 2-3 പേരുണ്ടെന്ന് അന്തസ്സിന് പറയുകയും ചെയ്യാം. ആവശ്യത്തിന് ഒന്നിനെയും പ്രയോജനപ്പെടില്ല. എനിക്കാണെങ്കിൽ അടുക്കളയിൽ കയറണതേ അലർജിയാ. ഭാഗ്യലക്ഷ്മി വിഷമിക്കണ്ട, അതിഥികളെ ഒരുവൾ അറിയിച്ചു. ചെയർമാൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ചായ കുടിച്ചതേ ഉള്ളൂ ഞങ്ങൾ. പിന്നെ ഭാഗ്യം നിർബന്ധിച്ചതുകൊണ്ട് മാത്രം തടസ്സം പറയാതിരുന്നതാ. അത് സാരമില്ല, ബോട്ടിൽ ഡ്രിങ്ക്സ് എന്തൊക്കെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ, ഭാഗ്യം അറിയിച്ചു. ഞാൻ എടുത്തോണ്ട് വരാം. അയ്യോ വേണ്ട, മറ്റൊരു വനിത തിടക്കത്തിൽ അറിയിച്ചു. ബോട്ടിൽ ഡ്രിങ്ക്സിനെതിരെ ഞങ്ങളൊരു സെമിനാർ തീരുമാനിച്ചിരിക്കുക. കെമിക്കൽസ് കലർന്ന ഒരു വെള്ളം ബോട്ടിലിൽ നിരത്തി വെച്ചിരിക്കുന്നത് കാരണം ടൗണിലെ ഒരൊറ്റ ബേക്കറിയിലും ശുദ്ധമായ നാരങ്ങ വെള്ളമോ പഴസത്തുകളോ കിട്ടാനില്ല. ബോട്ടിലുകളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഈ വർണ്ണപാനീയങ്ങൾ കടക്കാർക്ക് ലാഭം. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അടപ്പ് തുറന്നൊരു സ്ട്രോ ഇട്ട് കൊടുത്താൽ മതി, നല്ല കമ്മീഷനും കിട്ടും.
പൊതുജനങ്ങളുടെ ആമാശയം വരുന്നതിലോ ആരോഗ്യം നശിക്കുന്നതിലോ അവർക്ക് തെല്ലും പ്രയാസമില്ല. അത് കേട്ട് മറ്റുള്ളവർ ചിരിച്ചു, കൂടെ ഭാഗ്യവും. ഭാഗ്യത്തിൻ്റെ മരുമകൾ നന്ദന ഇവിടെ ഉണ്ടോ? അധ്യാപികയായ വിമല മേനോൻ ആരാഞ്ഞു. ഇല്ല, അവൾ രാവിലെ കോളേജിൽ പോവില്ലേ? ഭാഗ്യ അറിയിച്ചു. നന്ദ വളർന്നു വരുന്നൊരു കവയത്രിയാണ്, വിമല മേനോൻ അറിയിച്ചു. നല്ലൊരു പ്രസംഗയും. ഭാഗ്യം പക്ഷേ അതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പറ്റുമെങ്കിൽ ഞങ്ങളുടെ യോഗങ്ങളിൽ വല്ലപ്പോഴും നന്ദനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെന്നുണ്ട്. സത്യത്തിൽ അത് പറയാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. ഭാഗ്യത്തിൻ്റെ മുഖം ഇരുണ്ടു. അവർ വിചാരിച്ചത് ഈ പ്രമുഖർ വന്നത് തന്നെ കാണാനായിരിക്കുമെന്നാണ്. റിട്ടയർ ചെയ്ത ആളാണെങ്കിലും ഒരു പോലീസ് ഓഫീസർ ആയിരുന്ന തൻ്റെ ഭർത്താവ്, താനാണെങ്കിൽ ഒരു പ്രമുഖ തറവാട്ടുകാരി. നഗരത്തിലെ വനിതാ സംഘടനകളിലൊന്നും അതിൻ്റേതായൊരു പരിഗണന തനിക്ക് നൽകാത്തതിൽ നേരിയൊരു കുണ്ഠിതവും ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. പട്ടിലും പൊന്നിലും പൊതിഞ്ഞ ഈ സമ്പന്ന മധ്യവയസ്കകൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ മനോവിഷമം താൽക്കാലികമായി നീങ്ങിയിരുന്നു. പക്ഷേ നന്ദനയ്ക്ക് അവർ നൽകിയ പ്രാധാന്യം ഭാഗ്യത്തിൽ കടുത്ത അസൂയ ഉളവാക്കി. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കോളേജിൽ ഉദ്യോഗമൊക്കെ ആകുമ്പോൾ 4 പൊട്ട കവിതകൾ എന്തെങ്കിലുമൊക്കെ എഴുതാതെ പറ്റില്ലല്ലോ. അവർ ഇളകി ചിരിച്ചു. അധ്യാപകരാകുമ്പോൾ പിന്നെ പ്രസംഗത്തിലും പിന്നിലാവില്ല. ഏത് നേരവും പിള്ളേരോട് വായിട്ടലച്ച് ശീലിച്ചാൽ വാചകങ്ങൾ കാണോ പഞ്ഞം? വിമല മേനോൻ അർത്ഥഗർഭമായി സ്നേഹിതകളെ നോക്കി. ഞങ്ങൾ വന്നിരുന്ന കാര്യം നന്ദനയോടൊന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇറങ്ങുക. കൈകൾ കൂപ്പിയിട്ട് പെണ്ണുങ്ങൾ പറ്റമായി തിരിഞ്ഞു നടന്നു. നന്ദന വന്നപ്പോൾ ആ സന്ദർശനത്തെക്കുറിച്ച് മിണ്ടാനേ പോയില്ല ഭാഗ്യം. പക്ഷേ കൃഷ്ണമ്മയെക്കുറിച്ച് പരാതിപ്പെടാനും വിട്ടില്ല. മോളെ, നിന്റെ കാര്യം നോക്കാൻ മാത്രമായിട്ടാവും നിന്റെ അച്ഛനൊരു വേലക്കാരി ഇങ്ങോട്ട് അയച്ചത് എന്ന് വെച്ച് എനിക്കൊരു കപ്പ് ചായ ഇട്ട് തന്നെന്ന് വെച്ച് ദോഷമൊന്നും സംഭവിക്കാനില്ല. കൃഷ്ണമ്മ ചേച്ചി വേലക്കാരി അല്ലമ്മേ, നന്ദന പറഞ്ഞു. അവർ എൻ്റെ വളർത്തമ്മയാ. ഉണ്ടാക്കി തരണത് കഴിക്കുന്നതല്ലാതെ ഇന്നത് വേണമെന്ന് ഞാനോ അച്ഛനോ ആവശ്യപ്പെടാറില്ല. ഒരു വേലക്കാരിയോടൊന്നോണം ഓർഡർ ചെയ്യുന്നത് അവർക്ക് സങ്കടമാവാ. ഞാൻ ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല മോളെ. ഭാഗ്യം സങ്കടം ഭാവിച്ചു. ആ സ്ത്രീ എൻ്റെ അടുത്താ ചാടിക്കടിച്ചത്. അമ്മ ക്ഷമിക്കേ, നന്ദന അപേക്ഷിച്ചു. അമ്മയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരാം. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അതിന് മോൾ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഞാനില്ലാത്തപ്പോൾ ദമയന്തി കാണുമല്ലോ അമ്മേ. മാർക്കറ്റിൽ പോകാനെന്നും പറഞ്ഞിറങ്ങിയാൽ പിന്നെ 1/2 ദിവസം കഴിഞ്ഞേ വരൂ അസത്ത്. അടുക്കളയിൽ നിന്നിരുന്ന ദമയന്തി അത് കേട്ട് ചെറി കൂട്ടി. വായി നിറയെ ചീത്ത വിളിച്ചോ. ഒരു ദിവസം നിങ്ങൾ ഇതിനൊക്കെ അനുഭവിക്കും തള്ളേ. അമ്മ വിഷമിക്കേണ്ട, നന്ദന ഭാഗ്യത്തെ ആശ്വസിപ്പിച്ചു. ഇനി മുതൽ 4-5 കപ്പ് ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ചിട്ടേ ഞാൻ കോളേജിൽ പോണുള്ളൂ, അതുപോരെ? എന്നിട്ടും നന്ദന കൃഷ്ണമ്മയെ വിളിച്ച് ചോദ്യം ചെയ്യുകയോ ഉപദേശിക്കുകയോ ചെയ്യാത്തതിൽ ഭാഗ്യത്തിന് കണക്കറ്റ അമർഷമുണ്ടായി. അഭിരാമിയാണെങ്കിൽ ഈ നാടകങ്ങൾ കണ്ടു തീർത്തും നിസ്സംഗത പാലിച്ചു. വിവാഹശേഷം ഭർത്താവുമായി അവൾ പൊരുത്തമായും സ്നേഹമായും ജീവിക്കുന്നത് ഇപ്പോഴായിരുന്നു. രാജുവിൻ്റെ കാര്യങ്ങൾ നോക്കി തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞാണ് അഭിരാമി കഴിഞ്ഞത്. അഭി ഈയിടെ വല്ലാതെ ക്ഷീണിച്ചു. ഒരു ദിവസം രാജു പറഞ്ഞു, കുട്ടികളില്ലാത്തതിൻ്റെ വ്യസനമാ നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് പോയി കുട്ടിയെ ദത്തെടുക്കാം. ശ്യാമേട്ടത്തി തത്തേ തരുമെങ്കിൽ അതായിരുന്നു നല്ലത്. ഞാനും അതേപ്പറ്റി ആലോചിച്ച് രാജുവേട്ടാ, അഭിരാമി അറിയിച്ചു. പക്ഷേ ശ്യാമേട്ടത്തിൽ നിന്ന് അതിനെ നമ്മൾ വേർപിരിക്കുന്നത് എങ്ങനെയാ? ശ്യാമേട്ടത്തിക്ക് കാണാൻ ആ കുഞ്ഞു മുഖം മാത്രമല്ലേ ഉള്ളൂ. അത് കണ്ടായിരിക്കും അവർ ജീവൻ നിലനിർത്തണത്. ഹേമയുടെ കല്യാണം കഴിഞ്ഞു എന്ന് കേട്ടു, രാജു തുടർന്നു. ആ സ്ഥിതിക്ക് കുട്ടിയെ നോക്കാനൊന്നും അവൾക്കിനി നേരം ഉണ്ടാവില്ല. ആ അമ്മയ്ക്കാണെങ്കിൽ വയസ്സുമായില്ലേ. ശ്യാമേട്ടത്തിക്കാണെങ്കിൽ അനങ്ങാൻ വയ്യാതെ കിടക്കയിലും. നന്ദേട്ടത്തി കാണാൻ ചെന്നപ്പോൾ ശ്യാമേട്ടത്തിക്ക് അല്പം ആശ്വാസമുണ്ടായിരുന്നത്രേ. സംസാരശേഷി ഏറെക്കുറെ തിരിച്ചു കിട്ടിയത്രേ. ആ സ്ഥിതിക്ക് നമ്മൾ കുറച്ചുകൂടി കാക്കണതല്ലേ നല്ലത്. ശ്യാമേട്ടത്തിക്ക് വയ്യെങ്കിൽ അവർ നമ്മളെ അറിയിക്കുമല്ലോ, അപ്പം ചെന്ന് കൊണ്ടുവന്നാ പോരെ. നിന്റെ വിഷമം കണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. രാജു സ്നേഹപൂർവ്വം അഭിരാമിയെ തഴുകി. എനിക്ക് ഒരു വിഷമവും ഇല്ല. രാജുവിൻ്റെ ചുമലിലേക്ക് മുഖമണച്ചു അഭിരാമി. കുട്ടികൾക്ക് പകരം എനിക്കെൻ്റെ രാജുവേട്ടനുണ്ടാവല്ലോ. എനിക്ക് ഈ മുഖം കണ്ടാൽ മതി, ഈ സ്നേഹം ഉണ്ടായാൽ മതി. ഇനി ഒരിക്കലും എൻ്റെ സ്നേഹത്തിന് ഭംഗമുണ്ടാവില്ല. രാജു അഭിരാമിയെ ചേർത്തണച്ചു. അപ്പോഴാണ് ഒരു നിഴൽ വാതിലിലൂടെ നീങ്ങിപ്പോയത്. ഇന്ദു എന്ന് പറഞ്ഞുകൊണ്ട് അഭിരാമി രാജുവിൽ നിന്ന് തെന്നിമാറി. കുസൃതിയിലൊന്ന് കണ്ണിറുക്കിയിട്ട് രാജു ചെന്ന് വാതിൽ ചാരി. കുട്ടികളില്ലെങ്കിലും രാജുവിൻ്റെ മുറിയിൽ നിന്നുതിരുന്ന സ്നേഹവചസ്സുകളും ആഹ്ലാദത്തിൻ്റെ ചിരിയൊലികളും ഇന്ദുവിനെ അസഹ്യപ്പെടുത്താറുണ്ട്. ദിനകറിന് പക്ഷേ ഒരു നല്ല വാക്ക് പറയാനോ സാന്ത്വനിപ്പിക്കാനോ സമയമില്ല.
അത്ര തിരക്കാർന്ന പ്രാക്ടീസ്. കിടക്കറയിലെത്തിയാൽ ബാത്ത് ടവലും എടുത്ത് ടോയ്ലറ്റിൽ കടക്കും. കുളിച്ചു വന്നാൽ ഭക്ഷണം മുന്നിലുണ്ടാവണം. കണ്ണുകൾ പക്ഷേ കിടക്കറയിലെ കൊച്ചു ടിവിയുടെ സ്ക്രീനിലായിരിക്കും. കൈ കഴുകി കിടക്കയിൽ മലർന്നു കിടക്കുമ്പോഴും കണ്ണുകൾ ടിവിയിൽ നിന്ന് നീങ്ങില്ല. TV ഓഫ് ചെയ്യാതെ ആ കിടപ്പിൽ ഉറങ്ങും. അർദ്ധനഗ്നനായ ഫാഷൻ മോഡലുകളുടെ നീണ്ട പരേഡായിരിക്കും സ്ക്രീനുകളിൽ. അന്ന് രാത്രി ദിനകർ ഉറങ്ങും മുമ്പേ ഇന്ദുലേഖ TV ഓഫാക്കി. എനിക്ക് സംസാരിക്കാനുണ്ട്. എന്ത്? ഇന്ദുവിനെ ശ്രദ്ധിക്കാതെ ദിനകർ ആരാഞ്ഞു. ഇതാണോ ദാമ്പത്യം? ഈ തീരാത്ത പ്രാക്ടീസിനിടയിൽ എനിക്ക് ദീനുവിനെ കിട്ടുന്നതേയില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് പണത്തിനാണ്. എനിക്ക് ഇനിയും പണം വേണം. എൻ്റെ സ്വപ്നങ്ങൾ വിപുലമാണ്. എന്തിനാണ് ഇനിയും പണം? ഒരു കുട്ടി പോലുമില്ലാതെ. എനിക്ക് കുട്ടി ഉണ്ടാവും. കുട്ടി ഉണ്ടാവാത്തത് നിനക്കാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ മതിയോ? പോരെ? പ്രസവിക്കേണ്ടത് സ്ത്രീയാണ്. നിനക്കതിന് കഴിയുന്നില്ല. ഇന്ദു ഒന്ന് പതറി. എങ്കിലും അവൾ വിട്ടുകൊടുത്തില്ല. ഭാര്യ പ്രസവിക്കാത്തത് ഭാര്യയുടെ മാത്രം കുറ്റം ആവണമെന്നില്ലല്ലോ. നിങ്ങൾ ഇതുവരെ ഒരു ടെസ്റ്റിനും തയ്യാറായിട്ടില്ലല്ലോ. ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ ഫെർട്ടിലിറ്റി ഞാൻ ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കിയിട്ടുണ്ട്. എങ്കിൽ എനിക്കത് കൺവീൻസ് ആക്കി താ. അതിൻ്റെ ആവശ്യം എനിക്കില്ല. എൻ്റേതാണ് കുഴപ്പമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ മറ്റൊരുത്തൻ്റെ കൂട്ടുപിടിച്ച് നിന്റെ കഴിവ് തെളിയിച്ച് കാണിച്ചതാ. എന്നിട്ട് എന്നെ ചാർജ് ചെയ്യും. ഇന്ദു തീർത്തും സ്തബ്ധയായി. അവൾക്ക് ശബ്ദിക്കാനായില്ല. പരാതിപ്പെടേണ്ടവൻ ഞാനാണ്. ദിനകർ പിറുപിറുത്തു. ഞാനിത് ചെയ്യണില്ലല്ലോ. നിന്നെ വിട്ട് പോയതുമില്ലല്ലോ. ഒരു കുട്ടി വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അത് മനസ്സിലാക്കൂ. വിട്ടുപോകാത്തതിൻ്റെ കാരണം എനിക്കറിയാം. വീണ്ടും ഇന്ദുവിൻ്റെ രോഷം തിളച്ചു. നിങ്ങൾക്കിവിടെ ഫ്രീ ആയ ഭക്ഷണം, ഫ്രീ ആയ താമസം, പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങളുടെ വീട്, കിട്ടുന്ന പണം അതേപടി നിങ്ങളുടെ പേരുള്ള ആശുപത്രി ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കുള്ള ഡ്രസ്സ് പോലും ഞാൻ വാങ്ങിത്തരണം. പറയണ്ട എന്ന് കരുതി ഇത്രയും കാലം ക്ഷമിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് ഞാനൊരു വിഡ്ഢിയാണെന്നാ? ദിനകർ ഒരു ഞെട്ടലോടെ ഇന്ദുവിനെ നോക്കി. ഇന്ദു കിടക്കയിലേ ഇരുന്ന് കിതച്ചു. ഓക്കെ. ഒടുവിൽ ദിനകർ ശബ്ദിച്ചു. നിനക്ക് അത്ര ക്ഷമ കെട്ടെങ്കിൽ ഞാനിവിടുന്ന് ഒഴിഞ്ഞേക്കാം. ഒഴിയാനല്ല പറഞ്ഞത്, ഇന്ദു അറിയിച്ചു. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. ഒരു ഭാര്യയുടെ സംരക്ഷണം എനിക്ക് ലഭിക്കണം. അത്രേ വേണ്ടു. മറ്റെല്ലാം ഞാൻ സഹിക്കാം. നോ. ദിനകർ ചാടി എഴുന്നേറ്റു. ഇതിന് സഹിക്കാൻ ഞാൻ തയ്യാറല്ല. വളരെ കാലമായല്ലോ പോകേണു. ഇനി ഇതങ്ങ് പൊട്ടട്ടെ. എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത ഭാര്യയെ എനിക്ക് വേണ്ട. നമുക്ക് പിരിയാം. ഞാൻ വിവാഹമോചനത്തിന് അപേക്ഷിക്കാൻ പോവുക. നീ ഒഴിഞ്ഞു തന്നേക്ക്. ദീനു. ഇന്ദു പൊട്ടിക്കരഞ്ഞു. വേണ്ട, ദിനകർ പറഞ്ഞു. എന്നായാലും നമ്മൾ പിരിഞ്ഞേ പറ്റൂ. എൻ്റെ ആശുപത്രിയുടെ പണി തീർന്ന ശേഷമാകാമെന്ന് കരുതി ക്ഷമിച്ചതാ. പക്ഷേ അപ്പോഴേക്ക് നീ എനിക്കൊരു ബാധ്യതയായാലോ. ഏതായാലും സന്ദർഭം ഞാൻ വിടണില്ല. 30 വയസ്സായി. ഒരു രണ്ടാം വിവാഹം നടക്കണമെങ്കിൽ ഇനിയും വൈകിക്കൂടാ. എൻ്റെ ഈശ്വര. തലയിണയിൽ മുഖം ചായച്ച് ഇന്ദു ഏങ്ങലടിച്ചു. ഒരു പുനർവിവാഹം എനിക്ക് അത്യാവശ്യമാ, ദിനകർ തുടർന്നു. എങ്കിലല്ലേ എനിക്കെൻ്റെ യോഗ്യത നിന്റെ മുന്നിൽ തെളിയിക്കാൻ കഴിയൂ. ദിനകർ ഇറങ്ങി പുറത്തേക്ക് നടന്നു. പോർച്ചിൽ നിന്ന് അയാൾ കാറെടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോയി. രാവിലെ ഭാഗ്യം കുളി കഴിഞ്ഞ് അടുക്കളയിലെത്തി. ഭാഗ്യത്തിനുള്ള ചായ അഭിരാമിയാണ് എടുത്തു കൊടുത്തത്. എനിക്ക് വേണ്ട. അവർ മുഖം വെട്ടിത്തിരിച്ചു. എന്നിട്ട് ദമയന്തിയോട് പറഞ്ഞു, എനിക്കും ഇന്ദുവിനും ദിനകരനുമുള്ള ചായ ഒരു ട്രെയിൽ എടുത്തു തന്നേക്കും. അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ദമയന്തി മുഖം ചുളിച്ചു. എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ കൊച്ചമ്മേ. ഞാൻ ഈ അപ്പം ഒന്ന് ചുട്ട് കഴിയട്ടെ. നന്ദനയ്ക്കായി ഏത്തപ്പഴം പുഴുങ്ങിക്കൊണ്ടിരുന്ന കൃഷ്ണമ്മ അത് കേട്ട് ചിരിച്ചു. ദേഷ്യപ്പെടാതെ ദമയന്തി, നീ ഉണ്ടാക്കിയ ചായയെ കൊച്ചമ്മയും മക്കളും കുടിക്കൂന്നറിയില്ലേ? അപ്പോൾ അഭിരാമി വീണ്ടും 3 കപ്പ് ചായ എടുത്ത് ഡ്രേയിൽ വെച്ചുകൊണ്ട് ഭാഗ്യത്തിന് നേരെ നീട്ടി. ഇതാ അമ്മേ. ഈർഷ്യയിലൊന്നും മുഖം മൂളിയിട്ട് ഭാഗ്യം ട്രേ വാങ്ങി. അതുമായി അവർ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി. ഇന്ദുവിൻ്റെ മുറിയുടെ വാതിലിൽ തട്ടി പലവട്ടം. യാതൊരു അനക്കവുമില്ല. ഒടുവിൽ വാതിലിലൊന്ന് തള്ളി നോക്കി. എളുപ്പം അത് തുറക്കപ്പെട്ടു. ഭാഗ്യം ഞെട്ടിപ്പോയി. ഇന്ദുവിൻ്റെ ദേഹം പാതി കിടക്കയിലും പാതി ഗ്രാനൈറ്റ് തറയിലുമായി കുഴഞ്ഞു കിടക്കുന്നു. കടവായിൽ നിന്ന് കൊഴുത്ത് ചുവന്നൊരു ദ്രാവകം ഒഴുകിയിരിക്കുന്നു. എൻ്റെ മോളെ. ട്രേ താഴേക്കിട്ടിട്ട് ഭാഗ്യലക്ഷ്മി ആഞ്ഞു നെഞ്ചിൽ തള്ളി. ചിറ്റ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.